സൂപ്പർ പടം. ഇതാണ് വേണ്ടത്. എമ്പുരാനോ കുമ്പുരാനോ അല്ല, ഇതാണ് പടം. പൊളി. ദൃശ്യത്തിന്റെ ഇമോഷൻ ആണോ? കരഞ്ഞോ? ഞാൻ ഭയങ്കര ഇമോഷണൽ ആക്ച്വലി. വെൽക്കം ബാക്ക്. മലയാളികൾ കാണാൻ ആഗ്രഹിച്ച ആ ലാലേട്ടൻ സിനിമ 20 വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടനും ശോഭനയും ഒന്നിച്ചെത്തുന്ന ചെറിയൊരു ഫാമിലി മൂവി ഫ്രം ദ ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻ ജാവ ആൻഡ് സൗദി വെള്ളയ്ക്ക, ദ മോസ്റ്റ് അവൈറ്റഡ് തുടരും. യെസ്, ലാലേട്ടൻ ഡ്രൈവർ ഷൺമുഖനായി എത്തുന്ന തുടരും കണ്ടറിഞ്ഞ ഓടിച്ചോട് എങ്ങനെ ഉണ്ടായിരുന്നു? റിവ്യൂവും റെസ്പോൺസും ഒന്ന് ചോദിച്ചു നോക്കാം. നേരെ തുടരും റിവ്യൂലേക്ക്. പറഞ്ഞു ലാലേട്ടൻ. ഇമോഷൻ ആണോ? കരഞ്ഞോ? ഞാൻ ഭയങ്കര ഇമോഷണൽ ആക്ച്വലി. ലാലേട്ടനെ ഇങ്ങനെയൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നത് വല്ലപ്പോഴും ഗംഭീരം. ലാലേട്ടന്റെ പെർഫോമൻസ് ആണെങ്കിലും അങ്ങേരുടെ ഫിസിക് ആണെങ്കിലും അങ്ങേരുടെ ആക്ടിങ് ആണെങ്കിലും അങ്ങേരെ എവിടെയും പോട്ടില്ല, അങ്ങേര് തീർന്നിട്ടില്ല. ഇനി ഈ ഫാൻ ഫൈറ്റിന്റെ പേര് കുറെ പേര് കിടന്ന് ചുമ്മാ താളം അടിക്കുന്നുണ്ട്. പോയി പറഞ്ഞു ഈ പടമൊക്കെ വന്ന് കണ്ടിട്ട് മോഹൻലാൽ എന്താണ്, മോഹൻലാലിന്റെ പെർഫോമൻസ് എന്താണ്, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടർ എന്താണെന്ന് ഒന്ന് നോക്കാൻ പറ. അല്ലാതെ വെറുതെ കിടന്ന് വാർത്താളം അടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അതും ഇതും പറയല്ല. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ യൂസ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ വന്നാൽ തരുൺമൂർത്തി 100% ചെയ്തിട്ടുണ്ട്. ഗംഭീര പടം. എനിക്ക് ഇതിനപ്പുറത്ത് വേർഡ്സ് പറയാനില്ല. മോനെ ഫാമിലി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ത്രില്ലർ ഉണ്ട്. ഏതായിട്ടാണ് ഈ പടത്തിൽ ഇല്ലാത്തത്? നിങ്ങൾ നോക്കിയോ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്നും എന്റെ വിഷയമല്ല. ഞാൻ കണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ട ലാലേട്ടനെയാണ്. അങ്ങനെ ഒരു ലാലേട്ടനാണ് എനിക്ക് കിട്ടിയത്. എനിക്കത് മതി. ഞാൻ ഭയങ്കര ഇമോഷണലാണ്. അത് സിനിമയുടെ ഇമോഷൻ അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലാലേട്ടനാണ് ഞാൻ കണ്ടത്. ലൈഫിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. മോഹൻലാലിന്റെ പെർഫോമൻസ് വൈസ് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പൊ നിലവിൽ വന്ന ഏറ്റവും ബെസ്റ്റ്. എമ്പുരാനിലൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ അത്രയ്ക്ക് വേണ്ടിയുള്ള പെർഫോമൻസ് വൈസ് ആയിട്ട് കാണിക്കാനായിട്ട് ഒന്നുമില്ല. മോസ്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു പെർഫോമൻസ് കാണാനായിട്ട് വരികയാണെങ്കിൽ ഇത് ഷുവർ ആയിട്ട് 100% വേർത്ത് ആയിട്ടുള്ള ഒരു പടമാണ്. തരുൺമൂർത്തി നമുക്ക് എന്താണോ തരാൻ ആഗ്രഹിച്ച അത് ആ സിനിമയിൽ 100% ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അല്ല, മോഹൻലാലിന്റെ പെർഫോമൻസ് അല്ല വേറെ പോസിറ്റീവായിട്ട് തോന്നുന്നത്? പോസിറ്റീവായിട്ട് പറയാനാണെങ്കിൽ സിനിമാറ്റോഗ്രഫി വളരെ നന്നായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഓവറോൾ ടെക്നിക്കലി ആയാലും സിനിമയെ കൊണ്ട് അവരെ ഏറ്റവും ടോപ്പായിട്ട് നല്ല രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. 5-ൽ എത്ര റേറ്റിംഗ് കൊടുക്കും? 5-ൽ 5 കൊടുക്കാൻ വേണ്ടിയുള്ളതുണ്ട്. ഒരു ഫാൻ ബോയ് എന്ന നിലയിൽ പറയാനാണെങ്കിൽ ആവശ്യത്തിനുള്ള ഗൂസ് ബംസ് മൊമെന്റ്സ് ഉണ്ട്, റെഫറൻസുകളുണ്ട്. എനിക്ക് എമ്പുരാനേക്കാൾ ഇതാണ് ഇഷ്ടപ്പെട്ട. കാരണം ഒരു ലാലേട്ടന്റെ പെർഫോമൻസ് കാണാനായി ഉദ്ദേശിക്കുന്ന ആർക്കായാലും ഇത് തന്നെയായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പടം തൂക്കി. ഈ പ്രാവശ്യം മോഹൻലാൽ കൊണ്ടുപോയി. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചിരിപ്പിച്ചും തമാശ രീതിയിൽ കൊണ്ടുപോയി. സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേന് നമുക്ക് ഒരു ഐഡിയ തരാത്ത രീതിയിലാണ് പടം കൊണ്ടുപോയിരിക്കുന്നത്. എന്താണെന്ന് ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്ന കണ്ടത്. ഫൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. മോഹൻലാൽ തൂക്കിയിരിക്കുന്നു. ഒരു പടത്തെ ഇങ്ങനെ കൊണ്ടുവച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ വയ്യ. അത്ര ആകാംക്ഷയോടെ അതിന് കണ്ടത്. എക്സ്ട്രാ ഓർഡിനറി ലാലേട്ടൻ. പൊളിപ്പടം, പൊളി. ദൃശ്യത്തിന്റെ അടിപൊളി. ഒരു ഫാമിലി പടം കാണാൻ പോയിട്ട് ത്രില്ലടിച്ച് താണ്ട രോമ എഴുന്നേറ്റ് വരുന്ന സംഭവം പടം. വെടിക്കെട്ടാണ്. എക്സ്ട്രാ ഓർഡിനറി ലാലേട്ടൻ. അതാണ് പോസിറ്റീവായ ഉള്ളു പടത്തിനകത്ത്. ഫാമിലി ഡ്രാമ ഒന്നും പ്രതീക്ഷിച്ച് നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഇടിവെട്ട് സസ്പെൻസ് നല്ല ഗൂസ് ബംസ് തരുന്ന സാധനമാണ്. അടിപൊളി തിയേറ്റർ കത്തു നിന്ന്. 5-ൽ എത്ര റേറ്റിംഗ് കൊടുക്കും? 5-ൽ 5 കൊടുക്കും. പറയുന്ന വെച്ചാലേ ബുക്ക് ചെയ്ത ടിക്കറ്റ് കിട്ടും. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരാഴ്ചക്കുള്ള ടിക്കറ്റ് കിട്ടത്തില്ലെന്ന് 100% ഉറപ്പാണ് എല്ലാ തിയേറ്ററിലും. അത്ര ഹാപ്പിയോ വേറെ ലെവൽ. ഇപ്പൊ വേറൊന്നുമില്ല. റിവ്യൂ പറയുന്നത് വെച്ചാല് നമ്മള് പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്ത് തരുൺമൂർത്തി വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. തരുൺമൂർത്തി അതിൽ ഫാമിലി ഓഡിയൻസ് എന്നൊക്കെ പറഞ്ഞ് എല്ലാരും ഇരുന്നപ്പോ എല്ലാരും ഞെട്ടിച്ചു. സിനിമയായിട്ട് ഇഷ്ടപ്പെട്ട എന്താണ്? സിനിമ ഇഷ്ടപ്പെട്ട് മോഹൻലാലിന്റെ പെർഫോമൻസ് മാറ്റി നിർത്തിയാൽ എന്തൊക്കെയാണ് സിനിമ പോസിറ്റീവായിട്ട് തോന്നിയത്? ലാലേട്ടന്റെ പെർഫോമൻസ് മാറ്റി നിർത്തുകയാണെങ്കിൽ പിന്നെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയുടെ ഒരു നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ സ്പോയിലർ ആയി പോകും. അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. സിനിമ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഈ കാര്യങ്ങളൊന്നും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയോ പിന്നെ ഈ വീഡിയോ എഴുതി വിടുകയോ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാണാനുള്ളവർക്ക് അവർക്ക് ആ ഫീലിംഗ് കിട്ടട്ടെ. ഓക്കെ, ഇത്രയും സൂപ്പർ പടം. ഇതാണ് വേണ്ടത്. എമ്പുരാനോ കുമ്പുരാനോ അല്ല, ഇതാണ് പടം. ഇങ്ങനെയുള്ള പടമാണ് വേണം. മോഹൻലാലിനെ പോലെ നടനിൽ നിന്ന് തലമുറകളുടെ നായിൽ നിന്ന് ഇങ്ങോട്ട് സിനിമയാണ് കണ്ടത്. ചേട്ടാ ഇമോഷണൽ ആണോ? സത്യം പറയാം, ഞാൻ ജനിച്ചതോടെ മോഹൻലാൽ ഫാൻസാ. ഇത്രയും 2013 ചെറിയൊരു പടമായിട്ട് വന്ന് കേരളം മൊത്തം ലോകം മൊത്തം റീമേക്ക് ചെയ്തൊരു പടത്തിന്റെ അതേ പോർഷന് 2025 ഈ പടം എഴുതി വെച്ചോ. അടുത്ത നാളെ തൊട്ട് ഒറ്റ ടിക്കറ്റ് ആകെ കിട്ടാൻ പോകുന്നില്ല. അത്രയ്ക്ക് ഫുൾ ബുക്കിംഗ് ആയിരിക്കും. ഇത് പല ഭാഷ റീമേക്കും ചെയ്യും.
ഷുവറാണ്. 100%. മോഹൻലാൽ അല്ലാതെ വേറെ എന്തൊക്കെയാണ് പോസിറ്റീവ് സിനിമയിലുള്ളത്? അതിലെ മെയിനായിട്ട് ഒരു വില്ലൻ അറിയത്തില്ല, പുള്ളി അടിപൊളി അഭിനയം. പിന്നെ നമ്മുടെ ബിനു പാപ്പൻ എല്ലാവരും ഇടും. അടിപൊളി. അല്ല ഈ ഫൺ എലമെന്റ്സ് ഒക്കെ വർക്ക് ആയിട്ടുണ്ടോ? ഫസ്റ്റ് ഹാഫില് നല്ല ചെറിയ കോമഡി എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് പടം. സൂപ്പർ ഉണ്ടോ? ഓക്കെ ബ്രോ, താങ്ക് യു. എല്ലാവരും കയറി കാണോ. ഓക്കെ, നല്ല പടമാണ്. ഭ്രമരത്തിന് ശേഷം ലാലേട്ടൻ നമ്മൾ ഇത്ര ആ ഒരു ലൈനിൽ കണ്ട പടമാണ്. ഭയങ്കര രസമായിട്ടുണ്ട്. ഫാമിലിയാണ്. നമ്മൾ ട്രെയിലർ കണ്ടതൊന്നുമല്ല, ഒരു നല്ല ജോണറുള്ള പടം. സൂപ്പർ ആയിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? ലാലേട്ടന്റെ പെർഫോമൻസ്. വില്ലൻ ഒരു രക്ഷയില്ല. വില്ലനൊക്കെ ഉണ്ടല്ലേ? ഫൈറ്റ് സീൻസ് എല്ലാം കൊണ്ടും പാക്കഡ് ആണ്. ഇമോഷണലി മോഹൻലാൽ കരയുമ്പോൾ നമ്മളെ കൂടെ കരയും. ആ ലൈനിൽ വരും. ആ ലൈനിൽ കരഞ്ഞില്ല, വരും. ലാലേട്ടൻ ഒരു ഡൈ ഹാർഡ് ഫാൻ എന്ന നിലയിൽ ഒരുപാട് നാളിന് ശേഷം ലാലേട്ടനെ വളരെ എൻജോയ് ചെയ്ത് കണ്ടിരിക്കുന്നു. ശരിക്കും ഇമോഷണൽ ആയി. അവസാനത്തെ ഒരു സീൻസ് ഒക്കെ നല്ല ഇമോഷണൽ ആയി. ലാലേട്ടന്റെ ഇമോഷൻ സീൻസ് ഒക്കെ ഒന്നും പറയാനില്ല. അത്രയ്ക്കും നമ്മളെ അങ്ങ് ഇരുത്തി കരയിപ്പിച്ചെന്നല്ല, ഫൈറ്റ് സീൻസ് ആയാലും എല്ലാം നല്ല പടം ബ്രോ. എനിക്ക് എമ്പുരാനെക്കാട്ടി ഇഷ്ടപ്പെട്ടു. ഇതുപോലെ മുമ്പ് സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഇതുപോലത്തെ ഒരു സിനിമ. പക്ഷെ ലാലേട്ടന്റെ ഒരു ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റി നമ്മൾ ഈ പടത്തിൽ. വേറെ ലെവൽ പടം, അടിപൊളി സിനിമ. എന്താണ് വേറെ ലെവൽ എന്ന് പറയാനുള്ള കാരണം എന്താണ്? എനിക്ക് ലൂസിഫറിന് ശേഷം ഇത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ സിനിമ. അടിപൊളി സിനിമ. പെർഫോമൻസ് ആയാലും പോസിറ്റീവായിട്ട് എന്തൊക്കെയാണ് തോന്നിയത് സിനിമയിൽ? നെഗറ്റീവ് ഒന്നും ഇല്ല. നെഗറ്റീവ് ഒന്നുമില്ല, അതാണ് പാട്ട് മിസ്സായി. ആ പാട്ടില്ല. പ്രൊമോ സോങ് ഇല്ലായിരുന്നു. സ്ഥലമില്ല. അതിലെ സിനിമ തീർന്നിട്ട് അതില്ലായിരുന്നോ? ഇല്ലായിരുന്നു. ഓക്കെ ബ്രോ. ജെക്സ് ബിജോയ് കത്തിച്ചിട്ടുണ്ട്. ബിജോയ് കത്തിച്ചു. ഓക്കെ ബ്രോ. സൂപ്പർ പടം. എങ്ങനെയുണ്ട് സിനിമ? എന്താണ് പോസിറ്റീവ് തോന്നിയത് സിനിമയിൽ? മോഹൻലാൽ കരയുന്നത് പഴയ മോഹൻലാലിനെ കാണാൻ പറ്റും. സിനിമ എങ്ങനെ, കോമഡി ആണോ അതോ ഇമോഷൻ ആണോ ത്രില്ലിംഗ് ആണോ? എല്ലാം ഉണ്ട്. ഒരു പുലിമുരുകൻ, ഒരു പവിത്രം, എല്ലാം കൂടെ ചേർന്നൊരു പുലിമുരുകൻ എല്ലാം കൂടെ ചേർന്നൊരു പവിത്രം വിന്റേജ് മോഹൻലാലിനെ കാണാം. എല്ലാം ഉണ്ടല്ലേ? ദൃശ്യം മോഡൽ ട്വിസ്റ്റ് ഒക്കെ ഉണ്ടോ? ദൃശ്യം മോഡല് ചില സീൻസ് ഒക്കെ റിസംബ്ലൻസ് ഉണ്ട്, പക്ഷേ സൂപ്പർ. ഓക്കെ, എല്ലാം അടിപൊളി എന്ന് പറയാൻ കാരണം എന്താണ്? അടിപൊളി, നല്ല മോഹൻലാലിന്റെ അഭിനയം, നല്ല കുടുംബകഥ, നല്ല സീനും നല്ല രസമുണ്ട്. ഇഷ്ടപ്പെട്ട മോഹൻലാൽ? പഴയ മോഹൻലാലിനെ കണ്ടത് പുതിയ മോഹൻലാലിനെ ഉണ്ട്? പുതിയ ലാലേട്ടൻ ഇപ്പോഴത്തെ പുതിയത് എല്ലാം നല്ലതാ. ചേച്ചി പറഞ്ഞു, ചേച്ചി എപ്പോഴും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് FDF തന്നെ കാണാൻ വന്നേ? അത് തന്നെ, മോൻ വിളിച്ചോണ്ട് വന്ന് ഞങ്ങളങ്ങനെ സിനിമ കാണാൻ വരുന്നവരല്ല. മോഹൻലാലിന്റെ സിനിമയാണോ കാണുന്നത്? അത് മോഹൻലാൽ ഫാൻസാ. ബ്രോയ്ക്ക് എങ്ങനെയുണ്ട് ബ്രോ പറഞ്ഞായിരുന്നോ? നല്ല പടം, സൂപ്പർ പടം. ഓക്കെ ബ്രോ. വേറെ ലെവലാണ്. എന്തുകൊണ്ടാണ് വേറെ ലെവൽ പറയാനുള്ള ഉദ്ദേശം? കാരണം കോമഡി ഉണ്ട്, എല്ലാം ഓക്കെയാണ്. ത്രില്ലറാണ് പടം. ത്രില്ലറാണ് എന്ന് വെച്ചാൽ മെയിനും ലാലേട്ടന്റെ പെർഫോമൻസ് മാറ്റിയെടുത്തില്ല. പോസിറ്റീവ് മാറ്റമൊന്നുമില്ല. സാധനം ഒരു ഫാമിലി പ്ലസ് മാസ് എല്ലാം അടങ്ങിയ ഒരു. ഷോഫനയുടെ പെർഫോമൻസ് ഒക്കെ ഷോമനയുടെ കുറെ നാളിന് ശേഷമുള്ള ഒരു നല്ല പടം. ഈ ഇതിലെ ഒരു പ്രൊമോ സോങ്, തമിഴ് ടച്ച് ക്യാരക്ടറാണ്. ഒരു പ്രൊമോ സോങ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നോ? പ്രൊമോ സോങ് ഇല്ല കേട്ടോ. അതില്ലേ? ഇല്ലില്ല.